ഏയ് ഹലോ, ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാവോ? മിനി സ്വിറ്റ്സർലൻഡിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. കുറേ നാളായി കേട്ടോ, യൂട്യൂബിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്ന് വേണ്ട എല്ലാ പ്ലാറ്റ്ഫോമിലും മിനി സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ആണെങ്കിലും ഈ സ്ഥലത്ത് പോകാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. കാരണം എന്താണെന്നറിയാവോ, ആൾക്ക് ഫ്രീ അല്ലായിരുന്നു, പക്ഷേ എനിക്ക് ഫ്രീ ആണല്ലോ ഫുൾ ടൈം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് എന്തായാലും യാത്ര സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മിനി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ തുടങ്ങി. ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം കോതമംഗലത്തിനടുത്തുള്ള തട്ടേക്കാടാണ്. ഇത് പ്രകൃതി രമണീയമായ ഒരിടവും കൂടെയാണ്. പ്രത്യേകിച്ച് പെരിയാർ നദിയുടെ തീരത്ത് പച്ച പുൽമേടുകൾ നിറഞ്ഞ് കാണുന്ന പ്രദേശം. തട്ടേക്കാട് പച്ച പുൽമേടുകളും പെരിയാർ നദിയുടെ തീരവും ചേർന്ന പ്രദേശമാണ് മിനി സ്വിറ്റ്സർലൻഡ് അറിയപ്പെടുന്നത്. ഇവിടെ എപ്പോഴും പച്ച പുതച്ച് നിൽക്കുന്ന പുൽമേടുകളും നദിയും വനങ്ങളും പാറക്കെട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ പ്രത്യേകിച്ചൊരു വല്ലാത്ത ഫീൽ തന്നെ തരും. പ്രത്യേകിച്ച് ഈ നഗരത്തിൽ താമസിക്കുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒറ്റ അടിപൊളിയാണ് കേട്ടോ. അവിടെ വേണമെങ്കിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൈം നദിയുടെ അടുത്ത് ഇരിക്കാനും പറ്റും. കോതമംഗലത്തു നിന്ന് ഏകദേശം 15 കിലോമീറ്ററും അവിടെ നിന്ന് തട്ടേക്കാട് എത്തുകയും അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ പറയുന്ന മിനി സ്വിറ്റ്സർലൻഡിൽ നമുക്ക് എത്താൻ കഴിയും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ട് ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടെയാണ് കേട്ടോ. പിന്നെ അവിടെ തന്നെ ആണെങ്കിൽ ഒരു 2 ചെറിയ കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന ടൈമിലാണെങ്കിൽ അതിനു വേണ്ടി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. നല്ല വെയിലത്ത് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോയതേ. ഓരോ യാത്രയ്ക്കും അതിൻ്റേതായ ഓരോ ഭംഗിയുണ്ടല്ലോ. എന്തായാലും ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തനി സ്വഭാവം ഇറക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടാം. പിന്നെ പ്രത്യേകിച്ച് വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാൻ തോന്നുമല്ലോ. അപ്പോൾ ഏട്ടന് എന്തായാലും ആവശ്യത്തിനുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അപ്പുറക്കരയിൽ കൂടെ നടക്കാൻ തുടങ്ങി. എന്നാൽ എന്തായാലും നടന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തോളാൻ ആളിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആൾ അതൊക്കെ എടുക്കാനായിട്ടുള്ള ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നേരിട്ട് തലമുടിയൊക്കെ ചീകുന്ന പോലെയൊക്കെ കാണിച്ചു. അതൊക്കെ മെയിനായിട്ട് നമ്മുടെ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു കലാരൂപമാണ്. ഇടയ്ക്ക് തലമുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിരുന്നു. അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. അത്യാവശ്യം വെള്ളത്തിൻ്റെ മഴ സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ പോയ ടൈമിൽ വെള്ളമൊക്കെ കുറവായിരുന്നു. ഈ മിനി സ്വിറ്റ്സർലൻഡിലോട്ടുള്ള യാത്രയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട്. തട്ടേക്കാട് പക്ഷി സങ്കേതം, അയ്യപ്പൻമുടി എന്നിവ കോതമംഗലത്തിനടുത്തുള്ള പ്രധാന ആകർഷണ സ്ഥലങ്ങളും കൂടിയാണ്. ഈ അയ്യപ്പൻമുടി കോതമംഗലത്ത് നിന്നും ഭൂതത്താൻകെട്ട് തട്ടേക്കാട് റൂട്ടിൽ ചേലാടിന് മുന്നിലുള്ള അയ്യപ്പൻമുടിയിൽ പാറക്കെട്ടുകളും പ്രകൃതിരമണീയമായ കാഴ്ചകളുമുണ്ട്. കൂടാതെ ശാന്തമായ അന്തരീക്ഷവും കാണാൻ പറ്റും. അപ്പോൾ ഇവിടേക്കും കൂടെ ഒന്ന് പോയേക്കണം മിനി സ്വിറ്റ്സർലൻഡിൽ പോകുമ്പോഴേ. അപ്പോൾ ഞാൻ അങ്ങനെ അതേണ്ട മന്ദം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നല്ല പോലെ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു പാറയുടെ മുകളിൽ കൂടെ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നടക്കാൻ തുടങ്ങി. വേഗം വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഞാൻ പറയാം അങ്ങോട്ടൊക്കെ കാണിക്കുക, എന്നെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കാതെ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ അങ്ങോട്ടൊക്കെ കാണിച്ചു. അപ്പം ഒരു കുഞ്ഞ് ഓടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ 2 ഷോപ്പുണ്ട് കേട്ടോ. വലിയ ഷോപ്പൊന്നുമല്ല, ചെറിയ 2 ഷോപ്പ്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഒക്കെ കുടിക്കാൻ പറ്റുക. നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. ആ ടൈമിലൊക്കെ നമുക്ക് കുടിക്കാനും വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. അങ്ങനെ ഞാൻ അവിടെയൊക്കെ നിന്ന് കുറേ ടൈമൊക്കെ നിന്നു കറങ്ങി അടിച്ച്. നല്ല ഭംഗിയാണ്. കുറച്ച് ഈവനിങ് ടൈമൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് ടൈമും കൂടെ ഒക്കെ നമുക്ക് ഇരിക്കാം. നല്ല വെയിലത്താണ് ഏട്ടൻ എന്നെ കൊണ്ടുപോയത്. അത് കാരണം എനിക്ക് ദേഷ്യവും കൂടെ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ പ്രകൃതി രമണീയമായതുകൊണ്ട് പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ നദി അങ്ങനെ എന്താണെന്നറിയത്തില്ല, ഭിത്തി ഇളകി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ പെരിയാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ അത് റൗണ്ട് ഫുള്ളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് യൂട്യൂബിലിടുമ്പം കുറച്ച് ഭംഗിക്ക് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ അടിപൊളി വെള്ളച്ചാട്ടം പോലെ ഒരു പാറയുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കണ്ട ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒഴുകി ചെറിയ രീതിയിൽ ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ടൊക്കെ കടക്കാനൊക്കെ പറ്റും. വെള്ളം കുറവായിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ. അപ്പോൾ ഓരോ ഫാമിലിയൊക്കെ അപ്പുറ സൈഡിലൊക്കെ പോയിട്ട് അവരിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇതാണ് ഞാൻ പറഞ്ഞേക്കണ്ടത്. നല്ല ഭംഗിയല്ലേ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. അടിപൊളിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ പെരിയാർ നദി കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട്
ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും അപ്പുറത്തോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തനിയെ പോയി. ഏട്ടനാണെങ്കിൽ അങ്ങോട്ട് എടുത്ത് ചാടി ഇങ്ങ് അപ്പുറം സൈഡിലെത്തി. അപ്പോൾ എനിക്ക് അങ്ങനെ ചാടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ പതുക്കെ അങ്ങ് നടന്നെത്തിയിട്ട് അവിടുന്ന് ക്രോസ് ചെയ്ത് പതുക്കെ നടന്ന് ചെന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്രോസ് ചെയ്യുക. എന്നിട്ട് എന്നെ നോക്കുന്നുണ്ടൊന്നുമില്ല, ആൾ ക്യാമറയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. എനിക്കാണെങ്കിൽ ആദ്യം ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ തനിയെ നടന്നിങ്ങൊക്കെ പോരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല അടി വെച്ച് തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെരുപ്പൊക്കെ കാണിച്ചു. അങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. അങ്ങനെ നല്ല വീഡിയോസൊക്കെ എടുത്ത് തന്നുകൊണ്ട് എൻ്റെ ദേഷ്യമൊക്കെ മാറി. അങ്ങനെ ഇടയ്ക്കൊക്കെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കണമല്ലോ, അതൊക്കെ വിചാരിച്ച് ഞാൻ എന്തായാലും പിണക്കമൊക്കെ മാറി 2 വട്ടമൊക്കെ കറങ്ങുന്ന വീഡിയോസൊക്കെ എടുത്ത് തന്നോളാൻ പറഞ്ഞു. ഞാൻ തന്നെ ഡയറക്ഷനൊക്കെ ചെയ്യാൻ തുടങ്ങി അവിടെ ചെന്നപ്പോൾ. അപ്പോൾ അങ്ങനെ വട്ടമൊക്കെ കറങ്ങി ഓടുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അതേ എൻ്റെ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഞാൻ പറഞ്ഞു ഏട്ടൻ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തരാം, ഏട്ടൻ നിന്നോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോസൊക്കെ എടുത്തതല്ലേ, അപ്പോൾ ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ വീഡിയോസൊക്കെ ഞാനും എടുത്ത് കൊടുത്തേക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാൻ എന്താ അപ്പുറത്ത് പെരിയാർ നദി കാണാനായിട്ടുള്ള തിടുക്കത്തിൽ നടന്ന് പതുക്കെ പോവാട്ടോ. അങ്ങനെ ഞാൻ തിടുക്കം പിടിച്ച് ഓടി പെരിയാർ നദി കാണാനായിട്ടൊക്കെ പോയി. എന്നിട്ട് ഞാൻ പിന്നെ പിണക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഒരു കടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദേണ്ടി ഞാൻ ഓടി പോകുന്ന വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്ന് നോക്കിയപ്പോൾ അപ്പുറം സൈഡിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും അതൊന്നും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. അവരെങ്ങനെ ഇറങ്ങിപ്പോയെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല. ആ സൈഡിലിങ്ങനെ ആൾക്കാരൊക്കെ ഇരുന്ന് ഈ വെള്ളമൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്നാൽ ഞാൻ പിന്നെ വട്ടം കറങ്ങിയേക്കാം, കൈയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ കറങ്ങി ഇങ്ങ് പോരുന്നു. അടിപൊളിയൊരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കോതമംഗലം സൈഡൊക്കെ പോയി ഇതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ വരാം. നമുക്ക് പക്ഷി സങ്കേതവും അയ്യപ്പൻ മുടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ പോയിട്ട് നമുക്ക് പോരുകയൊക്കെ ചെയ്യാം. അങ്ങനെ അടിപൊളി ഒരു ടൂറായിരുന്നു. ഞാൻ പോയി. എന്നിട്ട് ഞാൻ ഏട്ടന് ഫോട്ടോസ് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. നല്ല വെയിലായിരുന്നു കേട്ടോ. കുടയൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായില്ല. ഇത്ര വെയിലുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ടൂറൊക്കെ പോകുന്നൊരു മാക്സിമം ഒരു കുട അല്ലെങ്കിൽ തൊപ്പിയൊക്കെ കരുതണം, അല്ലെങ്കിൽ നമ്മൾ വെയിലടിച്ചൊരു പരുവാവും. വീട്ടിൽ വരുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണമായിപ്പോവും. അപ്പോൾ അടിപൊളിയായിരുന്നു. നിങ്ങളും കിട്ടുന്ന ഒരു ടൈമിൽ മിനി സ്വിറ്റ്സർലൻഡിൽ പോവുക. മാക്സിമം പ്രകൃതിയെ ദ്രോഹിക്കാതൊക്കെ നിൽക്കുക. പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോയൊന്നും ഇടരുത്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവരും ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇന്നത്തെ മിനി സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അപ്പോൾ യൂട്യൂബ് ചാനലൊന്ന് ക്ലിക്കും ചെയ്ത് പൊക്കോ. ഓക്കെ. അപ്പം ഞാൻ എന്തായാലും മടുത്ത് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പം ഞാനിങ്ങനെ പോകുന്ന സൈഡിൽ കുറേ പ്രാവുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എടി എന്നാൽ നീ അതിനെ ഓടിക്കാൻ വന്നു. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ഓടിച്ചതിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്. അത് ടൈമിൽ ഇറക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. വെള്ളമുള്ള സമയത്തായിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.